പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട സൺഡേ മോർണിംഗ് കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ സൺഡേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മളിവിടെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ നാട്ടിൽ അനേകർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ടി വിയിൽ അനേക ന്യൂസുകൾ കണ്ട് കരയാതെ നിൽപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ, ഹല്ലേലൂയ, മനുഷ്യൻ്റെ അവസ്ഥകൾ വളരെയധികം പരിതാപകരമായി കാണുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗം നമ്മളെ ഇവിടെ സൂക്ഷിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല. നമ്മളെക്കാളും മിടുക്കന്മാർ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിനെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ വേണം ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ. ശരീരത്തെയും മനസ്സിനെയും ഒക്കെ വിട്ടുകൊടുത്ത് ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. ഉൽപ്പത്തി 13:9 ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അബ്രഹാം ലോത്തിനോട് പറയുകയാണ്. ലോത്തിന് അപഹരിക്കുവാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഇടതോ വലതോ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഒന്നുമല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലരും അവഗണിച്ചാലും, നമ്മൾക്ക് മുമ്പേ കയറി ചെന്ന് നമ്മൾക്ക് ലഭിക്കേണ്ട നന്മകൾ ആരെങ്കിലും തട്ടിപ്പറിച്ചെടുത്താലും, നമ്മളുടെയൊക്കെയും പലരുടെയും ജോലി സ്ഥലങ്ങളിലൊക്കെയും എനിക്ക് പേഴ്സണലി ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനേകം അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്ത് വന്നിട്ടുണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവ സാന്നിധ്യം ഉള്ളിടത്ത്, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ പോരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കിഴക്കും പടിഞ്ഞാറും വടക്കുമല്ല, പ്രത്യേക സ്ഥലങ്ങളല്ല, മരുഭൂമിയാണെങ്കിലും കാട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അബ്രഹാമിനെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും, ഹല്ലേലൂയ, അനുഗ്രഹിപ്പാൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മറവിൽ, ആ ദൈവത്തിൻ്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. 7 വിളക്കിൻ്റെ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചി അണിഞ്ഞ കർത്താവിനെ, അല്ലെ, ശക്തിയോടെ ദൈവജനം ആരാധിക്കണം. വായെ തുറന്ന് കരങ്ങളെ തട്ടി ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കണം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ.
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആമേൻ. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ധ്യാനത്തോടെ ഓ നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ഒന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ ഹല്ലേലൂയ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിനൊരു മഹത്വം നൽകാം. ദൈവമക്കളെ, നമ്മളിപ്പോൾ പാടിയ പാട്ടിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും അത് ഹൃദയത്തിൽ നിന്നൊന്ന് മനസ്സിലാക്കാമെങ്കിൽ അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഇത് തന്നെയായിരുന്നു ഈ ഫ്രൈഡേയിലെ നമ്മുടെ ദേവദാസൻ ഫ്രൈഡേ മീറ്റിംഗിൽ പ്രസംഗിച്ച വിഷയവും. Let us be the voice in that wilderness. നമുക്ക് മരുഭൂമിയിലെ ആ ശബ്ദമായി മാറുന്നത് ആണ് നമുക്ക് ഏറ്റവും അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 84 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. In English it is written, for a day in thy courts is better than 1,000. അത് ചിലപ്പോഴൊക്കെ നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ടാ. എന്താണെന്നറിയാമോ? ബിക്കോസ് വി ആർ ബ്ലെസ്ഡ് ടു ബി ഇൻ എ സൺഡേ വർഷിപ്പ് മെനി ടൈംസ്. പല ദിവസങ്ങളും പല കാരണങ്ങളാൽ നമുക്കൊരു ആരാധന കൂടാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ. That is something that is really painful for a believer. A fellowship with your fellow brothers and sisters is very important as per the word of God. അതിന്റെ റീസൺ നമ്മൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല എന്നുള്ളതല്ല. When a brother or sister is down, when your fellow brother and sister prays over you, അല്ലെങ്കിൽ അവർ ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ, അവർ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ, there is, that transfers to them, that actually builds them up. അതുകൊണ്ടാണ് ഈ ഫെലോഷിപ്പ് is important എന്ന് വചനം പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. That is for your self edification. ഒരു ഫെലോഷിപ്പിന്റെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ it is to build each other. It is to build each other. It is to build the church. It is to build his kingdom. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, ആ 7 വിളക്കിന്റെ നടുവിലായിരിക്കുന്ന നമ്മുടെ ആരാധന ഉണ്ടെങ്കിലേ ഉള്ളൂ അത് ശരിയാകത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? He sits on our praises. He sits on our praises. നമ്മുടെ സ്തുതികളിന്മേലെ അവൻ വസിക്കുന്നത്. കാരണം അവന് ചുറ്റും നിന്ന് ആരാധിക്കാൻ കോടാനുകോടി ദൂതന്മാരുണ്ട്. പക്ഷെ അവൻ ചൂസ് ചെയ്തത് എന്താണെന്നറിയാമോ? For our praises. നമ്മുടെ സ്തുതികൾ അവൻ ചൂസ് ചെയ്തിരിക്കാനായിട്ട്. അപ്പൊ ഞാനും നിങ്ങളും സ്തുതിക്കുന്നില്ലെങ്കിൽ that means you do not love your father. You do not love that savior. അവൻ ആ സ്തുതികളിന്മേലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് ആരോഗ്യമുള്ളവര്, നമുക്ക് ഈ ലോകത്തിൽ കിട്ടിയിരിക്കുന്ന ചെറിയ സമയത്ത് അവനെ സ്തുതിക്കുവാനായി നമുക്ക് ഉപയോഗിക്കാം. ചില പാട്ടുകളൂടെ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ
ശക്തമായിട്ട് ഈ ദൈവസഭ ശക്തമായിട്ട് ഇന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് ആത്മാവിൽ ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചില ഗാനങ്ങളും കൂടെ പാടാം. ആ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. അതെ, അവന്റെ സന്നിധിയിലായിരിക്കുന്ന അത്രയും സന്തോഷം നമുക്ക് മറ്റ് ഏത് കാര്യം ചെയ്താലും ലഭിക്കത്തില്ല. ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് പാടി അവനെ മഹത്വപ്പെടുത്താം. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ പക്ഷിക്കും ചെറുകുരികിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ പക്ഷിക്കും ചെറുകുരികിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ച്. രാവിലെ ആമേൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ആമേൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും. ഞങ്ങൾ
പാർത്തിടും ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ മാറ്റും അനുഗ്രഹമാ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മകൾക്കെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മകൾക്കെന്നും പരിചയാ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഹല്ലേലൂയ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ആമേൻ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മകൾക്കെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മകൾക്കെന്നും പരിചയാ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഹല്ലേലൂയ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ആമേൻ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ആമേൻ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മകൾക്കെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ ഹല്ലേലൂയ പരിചയാ ഓ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മകൾക്കെന്നും പരിചയാ ആമേൻ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മകൾക്കെന്നും പരിചയാ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല ഹല്ലേലൂയ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ആമേൻ വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം ആമേൻ വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിൽ ആയുധം വെപ്പിച്ച നാമം ആമേൻ വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിൽ ആയുധം വെപ്പിച്ച നാമം ഓ വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തിൽ ആയുധം വെപ്പിച്ച നാമം ഓ വാനിലും ഭൂമിയിലുമുള്ള ആയുധം വെപ്പിച്ച നാമം ഓ യേശുനാമം അതിശയനാമം ഏലിക്കുന്ന നാമം ഓ യേശുനാമം അതിശയനാമം ഏലിക്കുന്ന നാമം ഓ യേശുനാമം അതിശയനാമം ഏലിക്കുന്ന നാമം ഓ ഭൂതബാധിതർക്കും സ്ഥാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം ഭൂതബാധിതർക്കും സ്ഥാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം ഓ കുരുടർക്കും മൂഢർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം ശക്തിയോടെ കുരുടർക്കും മൂഢർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം ആമേൻ ശ്രീയേശുനാമം അതിശയനാമം ഏലിക്കുന്ന നാമം ആമേൻ ശ്രീയേശുനാമം അതിശയനാമം ഏലിക്കുന്ന നാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏലിക്കുന്ന നാമം ആമേൻ ശ്രീയേശുനാമം അതിശയനാമം ഹല്ലേലൂയ ആമേൻ ശ്രീയേശുനാമം അതിശയനാമം ഏലിക്കുന്ന നാമം ശ്രീയേശുനാമം ഹല്ലേലൂയ ഏലിക്കുന്ന നാമം ഓ ശ്രീയേശുനാമം അതിശയ
ഹല്ലേലൂയ.